തദരീ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാവുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ചെയ്യുക, അതായത് ആലാപനം നമുക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതും നമുക്ക് തെറ്റ് സംഭവിക്കും. നമ്മൾ ഒരു ദിവസം കൊണ്ട് പാടി ശരിയാക്കാവുന്ന ഒരു കാര്യമല്ല. അപ്പം ലോങ് പ്രോസസ്സാണ്, സമയമെടുത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്നുള്ള. അപ്പോൾ അതിനൊരു സജഷനായിട്ട് ചെയ്യാവുന്ന ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സ്വരത്തിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഏതെങ്കിലും ഒരു രാഗം എടുത്തിട്ട് നമുക്ക് അതിലെ ഗ എന്നുള്ള സ്വരത്തിൽ തുടങ്ങാം. എന്നിട്ട് ആ സ്വരത്തിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്രേസസ് നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ആ ഫ്രേസസിനെ നമ്മൾ രാഗം ആലാപനത്തിൻ്റെ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ശങ്കരാഭരണം നമുക്ക് എടുക്കാം. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഇതിലെ ഗാന്ധാരം ഗ. അപ്പോൾ ഗാന്ധാരത്തിൽ തുടങ്ങിയിട്ട് നമുക്ക് ഏത് തരത്തിൽ നമുക്ക് സ്വരങ്ങൾ ഉണ്ടാക്കാം എന്ന്, ഒരു ഫ്രേസ് ഉണ്ടാക്കാം എന്ന് ആലോചിക്കാം. അപ്പം ഗ, അവിടെ നിന്ന് താഴത്തേക്ക് വരാം. ഗ രി സ, ഗ രി സ, താഴത്തേക്ക് നമ്മൾ ഗാലിൽ നിന്ന് താഴത്തേക്ക് വരാം. വേണമെങ്കിൽ നീലേക്ക് ടച്ച് ചെയ്യാം. സ നീ നീ സ, എന്നിട്ട് തിരിച്ച് ഗാലിക്ക് തന്നെ പോവാം. നീ സ രി ഗ. അപ്പം നമ്മൾ ഗാലിൽ നിന്ന് വളരെ ബേസിക് ആയിട്ടുള്ള അവരോഹണത്തിൻ്റെ പാറ്റേണിൽ താഴത്തേക്ക് വന്നു. അവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് തന്നെ പോയി, എന്നിട്ട് ഗാലിക്ക് തന്നെ എത്തി. പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ നെക്സ്റ്റ് അടുത്ത സ്വരത്തിലേക്ക് തരച്ച് നി സ രി ഗ മ ഗ. പിന്നെ രാഗം ആലപിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രേസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള നോട്ട്സ് അല്ല യൂസ് ചെയ്യേണ്ടത്. വർണ്ണം പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗമകങ്ങൾ എല്ലാതും ആലാപനത്തിൽ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ വളരെ പ്ലെയിൻ ആയിട്ട് ഗ രി സ നി സ രി ഗ ഇങ്ങനെ നമ്മൾ അല്ല ചെയ്യേണ്ടത്. അതിന് കുറച്ചുകൂടി ആ ട്രാൻസിഷൻ നമ്മൾ സ്മൂത്ത് ആക്കിയിട്ട് എടുക്കണം. ഗ രി സ നീ സ രി ഗ മ ഗ. അപ്പം ആ ഗമകങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നീ എന്നൊരു സ്വരം ഉപയോഗിക്കുന്നതിന് പകരം നീ എന്നുള്ള ഗമകം യൂസ് ചെയ്യാണ്. അപ്പോൾ ശരിക്കും സംഭവിക്കുന്ന അവിടെ സ നീ നമ്മൾ സാ ടു നീ നമ്മളൊരു ട്രാൻസിഷൻ നടത്താണ്. നീ സ രി ഗ മ ഗ സ രി എന്ന് പറയുമ്പോൾ സായിൽ നിന്ന് റീയിലേക്കുള്ളത് സ രി സ സ ഗ രി. നമ്മൾ സായിൽ സ്റ്റാർട്ട് ചെയ്ത് ഗാ വരെ പോയി തിരിച്ച് റീയിലേക്ക് എത്തുന്ന ഒരു ഫ്രേസാണ് നമ്മൾ റീ എന്ന് പറയുന്നതുകൊണ്ട് എന്ന പിന്നെ സംഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സരി ഗ മ ഗ. അത്തരത്തിൽ ഗമകങ്ങൾ മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ഫ്രേസ് ഉണ്ടാക്കാം. അപ്പം ഇത് പിന്നെ നമ്മൾ ആലാപനമാക്കി മാറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സ്വരം നമ്മൾ ചെയ്തല്ലോ, ഇതിനെ ആലാപനമാക്കുകയാണെങ്കിൽ തദരി ന ന തദരി ന. നമുക്ക് അക്ഷരങ്ങൾ മാറ്റിയിട്ട് എങ്ങനെ വേണേൽ ചെയ്യാം. ന ന ന രി ന. ബേസിക്കലി ആ സ്വരത്തിനെ നമ്മൾ മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് രാഗാലാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ പാറ്റേൺ നമുക്ക് പല രാഗങ്ങൾക്കും യൂസ് ചെയ്യാം. ഇത് സെയിം തിങ് നമ്മൾ മയമളഗോള എടുക്കുകയാണെങ്കിൽ ഗ രി സ നി സ രി ഗ മ ഗ ത ദ രി ന ന സ രി ഗ മ ഗ. ഇപ്പം രാഗത്തിനനുസരിച്ചിട്ട് സ്വരത്തിൽ മാറ്റം വരും. അവിടെ ചതുശ്രുതി ഋഷഭത്തിന് പകരം ശുദ്ധ ഋഷഭമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മോഹനത്തിലേക്ക് വരുമ്പോൾ മോഹനത്തിൽ മാ ഇല്ല, അപ്പം ഡയറക്റ്റായിട്ട് പായിലേക്ക് പോകണം. ഗ രി സ
നീ ഇല്ല. സോ ഗരേ സ ദ സ നമ്മൾ നീയെ ധാ വെച്ച് റീപ്ലേസ് ചെയ്യണം. ഗരേ സ ദ സ റീ ഗ പ ഗ ഗരേ സ ധ ത സ റീ ഗ പ ഗ ത ദ രീ ന ന ന ന രീ ന. അപ്പൊ ഇത്തരത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് ഫ്രേസ് നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പല രാഗങ്ങൾക്കും ഇത് സെയിം തിങ് സെയിം പാറ്റേൺ നമുക്ക് റീപ്ലേസ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാൻ ചെയ്യാതെ 1-2 സ്വരങ്ങൾ മാത്രം എടുത്തിട്ട് അതിൽ മാക്സിമം നമ്മൾ ഇൻ ബിറ്റ്വീൻ ദ സ്വരംസ് നമ്മൾ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം മോഹനത്തിലേക്ക് വരികയാണെങ്കിൽ ഗ പ ഗ റി ഗ പ ഗ ഗ പ ഗ റി ഗ ധ പ ഗ. ഇത് നമ്മൾ സ്വരങ്ങളായിട്ട് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഫ്രേസസ് ഉണ്ടാക്കുകയാണ്. റി ഗ പ ഗ ബേസിക് ആയിട്ടുള്ള സാധനം. റി ഗ പ ഗ പിന്നെന്താണ് റി ഗ ധ പ ഗ. റി ഗ പ ഗ എന്ന് മാറ്റിയിട്ട് നമ്മൾ അതിൽ ധാലിക്ക് പോവാണ്. റി ഗ ധ പ ഗ. നെക്സ്റ്റ് എന്ത് ട്രൈ ചെയ്യാം? റി ഗ ധ പ ധ ഗ പ ഗ. അപ്പൊ റി ഗ പ ഗ എടുത്തു. റി ഗ പ ഗ റി ഗ ധ പ ഗ റി ഗ ധ പ ധ ഗ പ ഗ. ഈ 3 ഫ്രേസ് നമുക്ക് ഈ രാഗം സ്വരം ഒഴിവാക്കിയിട്ട് ചെയ്യാം. ന ന ന ന ന ന. ഇത് പിന്നെ ആലാപനമായിട്ട് നമുക്ക് അതിന്റെ നമുക്ക് ഓരോ ചെറിയ ചെറിയ ഫ്രേസസ് ചെറിയ ചെറിയ പീസ് ബൈ പീസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ പ്രാക്ടീസ് ചെയ്യാം. തിരിച്ച് നമ്മൾ ശങ്കരാഭരണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പായലെത്തിന്ന് വെക്കാം. ഗ മ ഗ രേ സ നീ സ രി ഗ മ ഗ ഗ മ പ മ ഗ ഗ മ പ ധ പ മ ഗ രേ ഗ മ ഗ ത ധ രീ. ഇത്തരത്തിലുള്ള ഫ്രേസുകൾ നമുക്ക് ലിസൺ ചെയ്യുന്നതെന്നും ഒരുപാട് കിട്ടും. കച്ചേരികൾ ലിസൺ ചെയ്യുന്നത്. അപ്പം ശങ്കരാഭരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഗ ഗ രേ ഗ മ ഗ. ചില ടിപ്പിക്കലായിട്ടുള്ള ഫ്രേസസ് ഉണ്ട്. ഓരോ രാഗങ്ങൾക്കും അതിൻ്റെ ഛായ കൊടുക്കുന്ന ചില ഫ്രേസസ് ഉണ്ട്. ഗ രേ സ സ നീ സ രി ഗ മ ഗ ഗ മ പ മ ഗ ത ധ രീ ന ന ന ന ന ത ധ രീ ത ധ രീ. നമുക്ക് പഞ്ചമത്തിലേക്ക് എത്തിച്ചു. പ. പിന്നെ അവിടുന്ന് നെക്സ്റ്റ് നമ്മൾ ഈ ഗായിൽ നിന്ന് ചെയ്ത പോലെ പഞ്ചമത്തിൽ നിന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിക്കാം. പ ധ പ മ പ ധ പ മ ഗ മ പ ധ ധ ധ ധായിലേക്ക് പോവാം. സോ ന ന ന ന ന ര ന ത ധ രേ ന ര ന ഗ മ പ ധ നീ സ നി ധ പ ന ന ന ന. നമ്മൾ ധൈവതം നിഷാദം അടുത്ത താരസ്ഥായി ഷഡ്ജത്തിലേക്ക് എത്തി. അപ്പം രാഗ ആലപിക്കുമ്പോൾ ഒരു പാറ്റേൺ പൊതുവെ ഈ രീതിയിലാണ് വരിക. നമ്മളൊരു മധ്യസ്ഥായിൽ ഉള്ള ഗാന്ധാരത്തിലോ അല്ലെങ്കിൽ പഞ്ചമത്തിലോ ഒക്കെ തുടങ്ങി ചെറുതായിട്ടൊന്ന് താഴെ ലോവർ നോട്ടിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കുറച്ച് അവിടെ പാടി മുകളിലേക്ക് വന്ന് പിന്നെ ഹയർ നോട്ടിൽ ഷഡ്ജത്തിലേക്ക് പോകുന്നു. ഇപ്പൊ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നവർ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. വളരെ ബേസിക് ആയിട്ട് ഇനീഷ്യൽ ഫ്രേസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് മാത്രം നോക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ പാടിയിട്ട് ഷഡ്ജം വരെ എത്തിക്കാം.
ഇനി വേറെ ബാക്കിയൊന്നും അതിൻ്റെ മുകളിലേക്കൊന്നും നമ്മൾ പാടിയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു പാറ്റേൺ ഇപ്പോൾ ഗാ അതിൽ തുടങ്ങി താഴത്തേക്ക് വന്ന് അവിടുന്ന് മുകളിലേക്ക് പോയി പഞ്ചമം, ധൈവതം, നിഷാദം, ഷഡ്ജം അവിടെ എത്തിക്കുന്നത് വരെയുള്ള ഭാഗം മാത്രം തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ. അപ്പോൾ നമുക്കത് പിന്നെ ഓവർ ആൻഡ് ഓവർ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ തന്നെ പാടിയത് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് തന്നെ കേൾക്കാം. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. നമ്മളിപ്പം എന്താ പറയുക, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനോട് ചെക്ക് ചെയ്യാം. നമ്മൾ പാടിയ ഒരു സാധനം നമ്മളൊരു പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചു കൊടുത്തിട്ട് നമുക്കത് മനസ്സിലാകും. നമുക്കത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അറിയുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മൾ അധ്യാപകനോ ആർക്കെങ്കിലും കേൾപ്പിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് പറയാൻ ചോദിക്കാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഓരോരോ ചെറിയ ചെറിയ ഇതായിട്ട് ഫ്രേസസ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാം. അതാണ് രാഗത്തിൽ നമുക്ക് ആലാപനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.